എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. നമ്മുടെ നാട്ടിലെ വീടുകളുടെയും സ്കൂളുകളുടെയും ഒക്കെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന ഒരു സുപ്രധാന വസ്തുവാണ് ആസ്ബസ്റ്റോസ്. കൂടുതലും പഴയ കെട്ടിടങ്ങളിലാണ് ഇന്ന് ആസ്ബസ്റ്റോസ് കണ്ടുവരുന്നത്. ഇന്ന് ആരും ആസ്ബസ്റ്റോസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന് കാരണം ആസ്ബസ്റ്റോസ് എന്നത് ഒരു വില്ലനാണ് എന്നതുകൊണ്ട് തന്നെയാണ്. സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും വീടുകളിലുമൊക്കെ ഈ ആസ്ബസ്റ്റോസ് ഉപയോഗിച്ചിരുന്നു. നമ്മളിൽ പലരും അതിനു ചുവട്ടിൽ ഉറങ്ങുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് നാം ആരും അറിഞ്ഞിരുന്നില്ല ഈ ഒരു വസ്തു ഇത്രമാത്രം മാരകമായ രോഗമുണ്ടാക്കുന്ന ഒരു വില്ലനാണെന്ന്. ആസ്ബസ്റ്റോസ് എന്ന പേരായ ധാതുവും സിമൻറ്റും ചേർത്ത് നിർമ്മിക്കുന്നതാണ് ആസ്ബസ്റ്റോസ് സിമൻറ്റ് പാളികൾ. വീടുകളുടെ മേൽക്കൂരയ്ക്കും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന ഈ ആസ്ബസ്റ്റോസുമായുള്ള സമ്പർക്കം അർബുദ രോഗത്തിന് കാരണമാകുമെന്ന് 1900-ൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് കാർസിനോജൻ വിഭാഗത്തിലാണ് ആസ്ബസ്റ്റോസിനെ പെടുത്തിയിരിക്കുന്നത്. അതായത് ക്യാൻസറിന് കാരണമായ ഒരു വസ്തു. ഏജൻസി ഫോർ ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ഡിസീസ് രജിസ്ട്രി, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് എന്നിവയുടെ അഭിപ്രായത്തിൽ ആസ്ബസ്റ്റോസുമായുള്ള സമ്പർക്കം ശ്വാസകോശാർബുദം ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും കാരണമാകുമെന്നാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ആസ്ബസ്റ്റോസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എല്ലാതരം ആസ്ബസ്റ്റോസും ഉപയോഗിക്കുന്നത് നിർത്തുക എന്നതാണ്. ആസ്ബസ്റ്റോസ് ഷീറ്റ് പൊട്ടിക്കുമ്പോൾ പുറത്തെത്തുന്ന ഫൈബർ അഥവാ നാരുകളാണ് ഏറ്റവും മാരകം. ഇവ ശ്വാസകോശത്തിലെത്തിയാൽ അർബുദത്തിന് വരെ കാരണമായേക്കാം. ആസ്ബസ്റ്റോസിസ് എന്ന ഒരു ശ്വാസകോശ രോഗം തന്നെയുണ്ട്. പൊട്ടിക്കുമ്പോഴാണ് നാരുകൾ പറക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിലെത്തുന്നതും. എന്നാൽ ആസ്ബസ്റ്റോസ് ഷീറ്റുകളിട്ട കെട്ടിടത്തിന് താഴെ ജീവിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി തെളിവുകളോ റിപ്പോർട്ടുകളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആസ്ബസ്റ്റോസ് മേൽക്കൂരയായുള്ള വീടുകൾ കാലക്രമേണ ചിലപ്പോൾ ദ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ പൊടി അന്തരീക്ഷത്തിൽ കലർന്ന് ശ്വാസകോശത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആസ്ബസ്റ്റോസ് മേൽക്കൂരയുള്ള വീടുകൾ പൊളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ ഒരിക്കലും ആസ്ബസ്റ്റോസ് പൊളിക്കുകയോ മുറിക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യരുത്. എന്തിന് കൈകൊണ്ട് തൊടുക പോലും ചെയ്യരുത്. അനുയോജ്യമായ മാസ്കുകളും കയ്യുറകളും ഇല്ലാതെ ഇവ ഉപയോഗിക്കാൻ തന്നെ പാടില്ല. മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധം അനുസരിച്ച് ആസ്ബസ്റ്റോസുമായുള്ള ഇന്ത്യൻ ജനതയുടെ സമാനതകളില്ലാത്ത സമ്പർക്കം വരും വർഷങ്ങളിൽ 6 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ആസ്ബസ്റ്റോസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കാം എന്നതാണ്. ഇതിൽ 6 ലക്ഷത്തിലധികം ക്യാൻസർ കേസുകൾ ഉൾപ്പെടുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ സാധനം പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണമെന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ എല്ലാതരം ആസ്ബസ്റ്റോസും ശ്വാസകോശാർബുദം, മെസോതെലിയോമ, ശ്വാസനാളത്തിലെയും അണ്ഡാശയത്തിലെയും ക്യാൻസർ, ആസ്ബസ്റ്റോസിസ് എന്നിവയ്ക്ക് കാരണമാകുന്നതിനാൽ ഒരു കാരണവശാലും ഇവ ഉപയോഗിക്കരുത് എന്നാണ്. ആസ്ബസ്റ്റോസ് അനുബന്ധ രോഗങ്ങൾ ബാധിച്ച് ലോകത്താകമാനം 1.07 ലക്ഷം ആളുകൾ മരിച്ചുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ 2004 കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്രിസോട്ടൈൽ അല്ലെങ്കിൽ വൈറ്റ് ആസ്ബസ്റ്റോസ് ആണ് ഇന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്നത്. നിർമ്മാണത്തിന് അനുയോജ്യമായതിനാലാണ് ക്രിസോട്ടൈൽ ഇത്രയ്ക്ക് വ്യാപകമായതും. എന്നാൽ ക്യാൻസറിന് കാരണമാകുന്ന രാസപദാർത്ഥം അല്ലെങ്കിൽ കാർസിനോജൻ ആയാണ് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ സംഘടന വൈറ്റ് ആസ്ബസ്റ്റോസിനെ വിശദീകരിക്കുന്നത്. ക്രിസോട്ടൈലിൻ്റെ നാരുകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിൽ മുറിവുകൾ ഉണ്ടാക്കുമെന്നും ശ്വസിക്കുന്നതിന് തടസ്സമുണ്ടാക്കുമെന്നും ക്യാൻസറിന് കാരണമാകുകയും ചെയ്യും. വീട്ടിലോ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലോ ആസ്ബസ്റ്റോസ് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ മാസ്ക് ധരിക്കാതെ അത് എടുത്തു മാറ്റാൻ ശ്രമിക്കരുത്. പൊട്ടിയ ഭാഗത്തു നിന്നും അപകടകരമായ നാരുകൾ അന്തരീക്ഷത്തിൽ കലരാൻ സാധ്യതയുണ്ട്. ഈ നാരുകളാണ് പറക്കുന്നതും നമ്മുടെ ശ്വാസകോശത്തിൽ കയറുന്നതും. അതിനാൽ വെള്ളം ഒഴിച്ച് നനച്ചിട്ട് വേണം അത് എടുത്തു മാറ്റാൻ. മാത്രമല്ല ആസ്ബസ്റ്റോസ് ഷീറ്റിനെ മുറിക്കാനോ പൊട്ടിക്കാനോ ശ്രമിക്കരുത്. അത് കൂടുതൽ ആപത്ത് വിളിച്ചു വരുത്തും. നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര ആസ്ബസ്റ്റോസ് ആണെന്നതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ അത് ഡ്രില്ല് ചെയ്യുകയോ മുറിക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യുമ്പോൾ അപകടമാകുന്നു. എന്നാൽ നിങ്ങളുടെ വീട് ആസ്ബസ്റ്റോസ് ഇട്ട് ഒരുപാട് കാലമായെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം ആസ്ബസ്റ്റോസ് ദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പൊടി അന്തരീക്ഷത്തിൽ കലർന്ന് ശ്വാസകോശത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാസ്കുകളും കയ്യുറകളും പോലുള്ള ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ ഒരിക്കലും ആസ്ബസ്റ്റോസ് വീടുകൾ പൊളിക്കാനോ തൊടാനോ പാടില്ല. ആസ്ബസ്റ്റോസ് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.